കാവൽക്കാർ ഇറങ്ങി വന്നപ്പോൾ ഭൂമി സൗന്ദര്യവും ആപദവും കലർന്നൊന്ന് കണ്ട് സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. ഭൂമിയിൽ മനുഷ്യവംശം വളരെയധികം പെരുകിയപ്പോൾ അവർക്ക് സുന്ദരികളും തിളക്കമുള്ളവരുമായ പെൺമക്കൾ ജനിച്ചു. സ്വർഗത്തിലെ വാച്ചർമാർ എന്നറിയപ്പെടുന്ന മാലാഖമാർ ഈ സ്ത്രീകളെ കാണുകയും അവരെ ആഗ്രഹിക്കുകയും ചെയ്തു. അവർ പരസ്പരം പറഞ്ഞു, വരൂ, നമുക്ക് മനുഷ്യരുടെ പുത്രിമാരിൽ നിന്നും ഭാര്യമാരെ തിരഞ്ഞെടുത്ത് കുട്ടികളെ ജനിപ്പിക്കാം. Welcome to JJTV Mystery World. Walk with me, no fear. അങ്ങനെ അവർ അവരുടെ സ്വർഗീയ സ്ഥാനങ്ങളിൽ നിന്നും ഇറങ്ങി തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ച് അവരുമായി വിലക്കപ്പെട്ട ബന്ധങ്ങളിൽ പ്രവേശിച്ചു. ഈ മാലാഖമാർ സ്ത്രീകൾക്ക് മന്ത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, വേരുകൾ മുറിക്കൽ, സസ്യങ്ങളുടെ രഹസ്യങ്ങൾ എന്നിവ പഠിപ്പിച്ചു. മനുഷ്യർക്കൊരിക്കലും കൈവശം വയ്ക്കാൻ പാടില്ലാത്ത വിലക്കപ്പെട്ട അറിവ് വെളിപ്പെടുത്തി. സ്ത്രീകൾ ഗർഭം ധരിച്ചു. ഈ ബന്ധങ്ങളിൽ നിന്നും ഭീമാകാരമായ ഭീമന്മാർ ജനിച്ചു. ഭൂമിക്ക് അവരെ നിലനിർത്താൻ കഴിയാത്തത്ര വലിപ്പവും ശക്തവുമായ ജീവികൾ. മനുഷ്യർക്ക് അവരുടെ അടങ്ങാത്ത വിശപ്പ് നികത്താൻ കഴിയാതെ വന്നപ്പോൾ ഭീമന്മാർ മനുഷ്യത്വത്തിനെതിരെയും മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും, പക്ഷികൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾക്ക് നേരെ പോലും അവർ ആക്രമസക്തമായി തിരിഞ്ഞു. ഒടുവിൽ ഭൂമി തന്നെ നിയമവിരുദ്ധർക്കെതിരെ നിലവിളിച്ചു. ഹാനോക്കിന്റെ പുസ്തകത്തിലെ ഈ ഭാഗങ്ങൾ വായിക്കുന്ന പലരും നിസ്സഹായരും നിരപരാധികളുമായ സ്ത്രീകളെ മോഹിക്കുന്ന മാലാഖമാരെക്കാൾ സങ്കീർണമാണ് എല്ലാം. പുരാതന പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഇരകളായിരുന്നില്ല എന്നാണ്. അവർ സ്വമേധ പങ്കാളികളായിരുന്നുവെന്നും കൂട്ടുകൂടുന്നവരും വശീകരിക്കുന്നവരും കൃത്രിമം കാണിക്കുന്നവരുമായിരുന്നു. ചില പാരമ്പര്യങ്ങൾ അവരെ ധാർമ്മിക ദുഷ്ടതയുമായി ലൗകിക മോഹവുമായി ബന്ധപ്പെട്ട ഒരു വംശപാരമ്പര്യമായി കയ്യന്റെ പുത്രിമാരുമായി തിരിച്ചറിയുന്നു. ഈ സ്ത്രീകൾ സ്വയം അലങ്കരിക്കുകയും വാച്ചർമാരെയോ സേത്തിന്റെ പുത്രന്മാരെയോ വശീകരിക്കുകയും അധികാരത്തിനും സ്വാധീനത്തിനുമായി ഈ വിലക്കപ്പെട്ട കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും പിൻകാല ജൂത ക്രിസ്ത്യൻ എഴുത്തുകാർക്ക് ആഖ്യാനം വികസിപ്പിക്കാൻ അനുവദിച്ച ഉദ്ദേശങ്ങളോ ആന്തരിക പ്രവർത്തനങ്ങളോ വിശദീകരിക്കുന്നില്ല. സിറിയക്കാരനായ എഫ്രൈം പോലുള്ള ആദ്യകാല വ്യാഖ്യാതാക്കൾ സേത്തിന്റെ പുത്രന്മാരെ നീതിമാനായ ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അതേസമയം കയ്യന്റെ പുത്രിമാരെ വിശുദ്ധിയിൽ നിന്നും സേത്തിന്റെ പുത്രന്മാരെ വശീകരിച്ച സ്ത്രീകളായി ചിത്രീകരിക്കുന്നു. ഈ സ്ത്രീകൾ അവരുടെ സൗന്ദര്യവും അലങ്കാരങ്ങളും ഉപയോഗിച്ച് നീതിമാനായ വംശത്തെ ദുഷിപ്പിച്ചു എന്ന് എഫ്രോം വിശദീകരിക്കുന്നു. ഹാനോക്കിന്റെയും ജൂബിലുടെയും പുസ്തകം ഉൾപ്പെടെയുള്ള മറ്റു പാരമ്പര്യങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാർ ഹെർമോൻ പർവ്വതത്തിലിറങ്ങി മനുഷ്യരിൽ നിന്നും ഭാര്യമാരെ സ്വീകരിച്ച് മാലാഖമാരായി തിരിച്ചറിയുന്നു. ഈ വിവരണങ്ങളിൽ സ്ത്രീകൾ സ്വമേധയാ ഈ ബന്ധങ്ങളിൽ പ്രവേശിക്കുകയും വിലക്കപ്പെട്ട കലകളിൽ കൈമാറ്റം സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. വീണുപോയ മാലാഖമാരോടൊപ്പം സ്ത്രീകളെ ശിക്ഷിച്ചതിൽ അവരുടെ ധാർമ്മിക കുറ്റബോധത്തിന്റെയും തെളിവും നമുക്ക് കാണാം. ഈ പാരമ്പര്യമനുസരിച്ച് സേത്തിന്റെ വംശം നീതിയെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം കയ്യന്റെ വംശം അഴിമതിയും മത്സരബുദ്ധിയുമാണ് പ്രതിദാനം ചെയ്യുന്നത്. മനുഷ്യത്വം ഇടകലർന്നതിനാൽ ഒരു വംശാവലിയും പൂർണ്ണമായി നീതിയിലായിരുന്നെങ്കിലും പുരാതന എഴുത്തുകാർ കയ്യന്റെ പിൻഗാമികളുമായി ബന്ധപ്പെട്ട ആത്മീയ ജീർണതയ്ക്ക് പലപ്പോഴും ഊന്നൽ നൽകി. അവരുടെ പുത്രിമാർ ഭൗതിക മോഹങ്ങൾ, മിഥ്യാബോധം, അഭിലാഷം എന്നിവയിൽ മുഴുകിയവരായി ചിത്രീകരിക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ കയ്യന്റെ പുത്രിമാർ അഴിമതിയുടെ പേരകരായി മാറി. തങ്ങളുടെ വശീകരണത്തിലൂടെയും പരസ്പരമുള്ള ആഗ്രഹത്തിലൂടെയും അവർ കാവൽക്കാർ അല്ലെങ്കിൽ വാച്ചർമാർ എന്ന് വിളിക്കപ്പെടുന്ന സ്വർഗീയ ജീവികളെ ആകർഷിച്ചു. ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും ഈ സ്ത്രീകൾ സജീവ പങ്കാളികളായി ചിത്രീകരിക്കപ്പെടുന്നു, നിഷ്ക്രിയ ഇരകളായിട്ടല്ല. ക്ലേമണ്ടർ സാഹിത്യം, അഗസ്റ്റിൻ, എഫ്രൈം തുടങ്ങിയ ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാർ ഈ ആശയം ആവർത്തിച്ചു. ദുഷ്ടരായ സ്ത്രീകളും സ്വർഗീയ ജീവികളും തമ്മിലുള്ള ഈ ബന്ധങ്ങൾ ആത്മീയമായ കലാപത്തിന് ഒരു ബോധപൂർവമായ പദ്ധതിക്ക് രൂപം നൽകി. അവർ ഇതിനെ മന്ത്രവാദം, ദുർമന്ത്രവാദം, കാവൽക്കാർ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഇരുണ്ട അറിവ് എന്നിവയുടെ വ്യാപനമായി ബന്ധിപ്പിച്ചു. ഇന്നും അധികാരത്തിനോ ആനന്ദത്തിനോ വേണ്ടി സ്വമേധയാ തിന്മയെ സ്വീകരിക്കുന്ന ചില വ്യക്തികൾക്കിടയിൽ സമാനമായ ധാർമ്മിക അഴിമതിയുടെയും വശീകരണത്തിന്റെയും നിഗൂഢ ആചാരങ്ങളുടെയും മാതൃകകൾ നമുക്ക് കാണാനാകും. ദൈവത്തിന്റെ ദൂതന്മാരും അവരുടെ ഭാര്യമാരും ലോകത്ത് അഴിച്ചുവിട്ട അഴിമതി കാരണം അത്യുന്നതനായ ദൈവം പ്രധാന ദൂതന്മാരെ ക്രമം പുനഃസ്ഥാപിക്കാൻ അയച്ചു. മീഖേലിനോട് ന്യായവിധി ദിവസം വരെ സംജാസയും അനുയായികളെയും ഭൂമിയുടെ താഴ്വരയിൽ ബന്ധിപ്പിക്കാൻ കൽപ്പിച്ചു. റാഫേലിനോട് ഭൂമിയെ സുഖപ്പെടുത്താനും അസാസലിനെ ബന്ധിക്കാനും നിർദ്ദേശിച്ചു. അസാസലിനെ വിജനമായ പ്രദേശത്ത് കല്ലുകൾക്കിടയിൽ തടവിലാക്കി. ഗബ്രിയേലിനോട് നെഫിലിമുകൾ കോപാകുലരായി പരസ്പരം നശിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. യൂറിയലിനോട് വരാനിരിക്കുന്ന മഹാപ്രളയത്തെക്കുറിച്ച് നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ അയച്ചു. മത്സരിച്ച മാലാഖമാരെ പർവ്വതങ്ങൾക്കിടയിൽ തടവിലാക്കുകയും അവരുടെ ഭീമാകരമായ സന്തതികളെ ദൈവീക വിധിപ്രകാരം തുടച്ചു നീക്കുകയും ചെയ്തു. വീണുപോയ മാലാഖമാർ മാത്രമല്ല ശിക്ഷിക്കപ്പെട്ടത്, ഈ വിലക്കപ്പെട്ട ബന്ധങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യ സ്ത്രീകളെയും വിധിച്ചു. 1 ഹാനോക്കിന്റെ ഗ്രീക്ക് പതിപ്പ് അനുസരിച്ച് ദൂതന്മാരൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ സൈറണുകളായി മാറി.
ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഭാഗികമായി സ്ത്രീയും ഭാഗികമായി പക്ഷിയുമായ ഈ ജീവികൾ മാരകവും ആകർഷകവും ഭീകരവുമായ ദുഷിച്ച സൗന്ദര്യത്തെ പ്രതീകപ്പെടുത്തി. അവരുടെ ഈ രൂപാന്തരം ശരീരത്തിനും ആത്മാവിനുമുള്ള ശിക്ഷയെ പ്രതിനിധീകരിച്ചു. അവരെ പ്രലോഭനത്തിന്റെയും നാശത്തിന്റെയും രൂപങ്ങളാക്കി മാറ്റി. യഹൂദ നിഗൂഢതയിൽ ഈ സൈറണുകൾ പിന്നീട് ലില്ലിത്ത് അല്ലെങ്കിൽ ആദ്യകാല സുക്കൂബി പോലുള്ള പൈശാചിക വശീകരണകാരികളായി ബന്ധിക്കപ്പെട്ടു. അങ്ങനെ കാവൽക്കാർ ഭൂമിക്കടിയിൽ ചങ്ങലയിടപ്പെട്ടു. അവരുടെ പുത്രന്മാർ വെള്ളപ്പൊക്കത്തിൽ നശിക്കപ്പെട്ടു. അവരുടെ ഭാര്യമാർ വശീകരണത്തിന്റെ ഭീകരരൂപങ്ങളായി രൂപാന്തരപ്പെട്ടു. വിലക്കപ്പെട്ട അറിവ്, നിയന്ത്രണമില്ലാത്ത ആഗ്രഹം, അഴിമതിയുടെ വശീകരണ ശക്തി എന്നിവയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി അവരുടെ മത്സരം നിലനിൽക്കുന്നു. ഇന്നും നീതിമാന്മാരും സത്വൃത്തരുമായ നിരവധി സ്ത്രീകൾ നിലവിലുണ്ടെങ്കിലും അന്ധകാരത്തെയും വിനാശകരമായ ആഗ്രഹത്തെയും സ്വീകരിക്കുന്നവരിൽ ആ പുരാതന അഴിമതിയുടെ പ്രതിനിധികൾ നിലനിൽക്കുന്നു. പുരാതന ലോകത്തിന്റെ നിഗൂഢതകൾ നാം കണ്ടെത്തുന്നത് തുടരുമ്പോൾ ഉണർന്നിരിക്കുക, ബോധവാന്മാരായിരിക്കുക, ഉറച്ചു നിൽക്കുക.